ആരാണ് ദജ്ജാലിന്റെ അനുയായികൾ? ദജ്ജാലിൽ നിന്ന് കാവല് തേടാത്ത ഒരു ദിവസവും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുന്നില്ല. എല്ലാ നിസ്കാരത്തിലും ദജ്ജാലിനെ തൊട്ട് കാവൽ തേടിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ദജ്ജാല് ലോകം മുഴുവനും ചുറ്റിക്കറങ്ങി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ച് ഖബറിൽ കിടക്കുന്നവരെയും പുനർജീവിപ്പിച്ചുകൊണ്ട് ഞാനാണ് റബ്ബ് എന്ന് വാദിക്കുകയും ഇസ്ലാമിൽ നിന്ന് അനുയായികളെ തെറ്റിക്കുകയും ചെയ്യുന്ന ഏർപ്പാടാണ് ദജ്ജാലിനുള്ളത്. ഈ ദജ്ജാലിന്റെ കൂടെ കൂടുന്നവരാരാണ്? അതൊരു പഠന വിഷയം തന്നെയാണ്. ദജ്ജാലിന്റെ കൂടെ കൂടുന്നവരെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ആ കൂട്ടത്തിൽപ്പെടാതെ രക്ഷപ്പെടാൻ കഴിയും. ഈമാനോടുകൂടെ മരിക്കാനും ഈമാനോടുകൂടെ മരിച്ചു കഴിഞ്ഞ് ദജ്ജാല് വന്ന് ഖബറിൽ നിന്ന് നമ്മളെ എണീപ്പിച്ചാൽ തന്നെ രക്ഷപ്പെടാനും കഴിയും. അതിന് ദജ്ജാലിന്റെ അനുയായികൾ ആരാണെന്ന് പഠിക്കണം, മനസ്സിലാക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന. അവസാന കാലഘട്ടത്തിൽ ദജ്ജാലിങ്ങൾ വരും, അഥവാ ദജ്ജാലിന്റെ അനുയായികൾ, ദജ്ജാലിനെ പിൻപറ്റുന്നവർ. കദ്ദാബൂന, പച്ചക്കള്ളം പറയുന്നവരാണവർ. ദജ്ജാലിനെ പിൻപറ്റുന്നവരും പച്ചക്കള്ളം പറയുന്നവർ. യഅ്തൂനകും മിനൽ അഹാദീഥി ബിമാലം തസ്മഉ അൻതും വലാ ആബാഉക്കും. ദജ്ജാലിന്റെ അനുയായികളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നവരുടെ അടയാളവും പഠിപ്പിച്ചു തന്നത് ബിമാലം തസ്മഉ അൻതും വലാ ആബാഉക്കും. നിങ്ങളോ നിങ്ങളുടെ പൂർവിക പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്ത വാദഗതിയുമായിട്ടാണ് അവർ വരിക. ഇയ്യാക്കും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം. ഇയ്യാഹും, നിങ്ങൾ അവരെയും സൂക്ഷിക്കണം. നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണമെന്ന് പറയുന്നത് ആ വിഭാഗത്തിൽ നിങ്ങൾ പെടാതെ നിങ്ങൾ സൂക്ഷിക്കണമെന്നും, നിങ്ങൾ അവരെ സൂക്ഷിക്കണമെന്ന് പറയുന്നത് അത്തരം വിഭാഗക്കാർ നിങ്ങളെ കെണിവലയിൽ കൊടുത്തും അതിൽ നിന്നും നിങ്ങൾ സൂക്ഷിക്കണമെന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ നമ്മുടെ അരികിലേക്ക് അവര് വരും എന്ന് പറഞ്ഞു. വിമാലം തസ്മഉ അൻതും വലാ ആബാഉക്കും. നിങ്ങളും നിങ്ങളുടെ പൂർവിക പിതാക്കന്മാരും കേട്ടിട്ടില്ലാത്ത വാദഗതിയുമായിട്ടാണ് അവർ വരിക. നോക്കൂ, നിങ്ങള് നമ്മളോ നമ്മുടെ ഉമ്മമാരോ ഉപ്പമാരോ അല്ലെങ്കിൽ വല്ലിപ്പമാരോ വല്യമ്മമാരോ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരാരും ഉമ്മമാർ പള്ളി പോയതായി ചരിത്രത്തിലില്ല. അതോടൊപ്പം തന്നെ നമ്മളും നമ്മുടെ മുൻഗാമികളായ പൂർവിക പിതാക്കന്മാരും നബിദിനം ആഘോഷിച്ചവരാണ്. ഇത് പാടില്ല എന്ന് പറഞ്ഞാണ് അവർ വരുന്നത്. നമ്മളും നമ്മുടെ